പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിൽ തന്നെയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. എങ്ങോട്ടും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വീട്ടിൽ തന്നെ തുടരുകയാണ് രാഹുൽ. ഇന്നിപ്പോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? പ്രാദേശിക നേതാക്കളോ മറ്റാരെങ്കിലും രാവിലെ രാഹുലിനെ കാണാനും മറ്റോ എത്തിയിട്ടുണ്ടോ? നീക്കം എങ്ങനെയാണ് പ്രവീൺ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇപ്പോൾ അടൂർ നെല്ലിമുകളിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ തൊട്ടുപുറകിൽ കാണാം പോലീസ് വാഹനങ്ങളൊക്കെ ഉണ്ട്. പതിവ് പോലെ പോലീസിൻ്റെ ഒരു നിരീക്ഷണം ഈ ഭാഗത്തുണ്ട്. ബാരിക്കേഡ് ഒരു വശത്തേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്താണെങ്കിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണിച്ചു തരാം. അവിടെ 24 മണിക്കൂറും അവിടെ ഡ്യൂട്ടിയാണ്. മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നീക്കം സംസ്ഥാന സർക്കാർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. എങ്ങോട്ടേക്കെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ടോ? ഇന്നലെ നാം കണ്ടതാണ്, നാടകീയമായി വീടിന് പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുന്നു. MLA ബോർഡ് വെച്ച് അതേ വാഹനത്തിൽ കൊട്ടാരക്കര തിരുവനന്തപുരം ഭാഗം ലക്ഷ്യമാക്കി പോകുന്നു. അതിനുശേഷം പൊടുന്നനെ ആ യാത്ര മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിട്ട് ഇതേ വീട്ടിൽ തന്നെ, അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെ തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു. അങ്ങനെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ്, എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ളത് കൃത്യമായി ആ പോലീസ് സംവിധാനം അത് നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പോലീസിൻ്റെ ഒരു സ്ഥിര സാന്നിധ്യം ഇവിടെയുള്ളത്. മറ്റൊന്ന്, അരുൺ ചോദിച്ചതുപോലെ തന്നെ പ്രാദേശിക നേതൃത്വം, അത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വം ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് അടൂർ നിയമസഭാ മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 1000-ൽ ചില്ലുവാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഇവിടെ LDF സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ചത്. അതോടുകൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് ഉൾപ്പെടുന്ന അടൂർ നിയമസഭാ മണ്ഡലം. പക്ഷേ ഇപ്പോഴത്തെ വിവാദങ്ങൾ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് എതിരായി മാറുമെന്ന ഒരു പൊതുവികാരം പൊതുവെ DCC നേതൃത്വത്തിനുണ്ട്. പക്ഷെ അവരാരും ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് കാരണമെന്നുള്ളത് KPCCയുടെ കർശന നിർദ്ദേശമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകരുത് എന്നുള്ളത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് DCC നേതൃത്വത്തിലും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുമൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് കടുത്ത അതൃപ്തി തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ ഒരു വിഷയം തന്നെ CPM-ഉം LDF-ഉം പത്തനംതിട്ട ജില്ലയിൽ അത് ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസും UDF-ഉം ഒരുപോലെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ കാണുന്നത്. ഇതുവരെ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ തന്നെ തുടരുകയാണ്. ഇടയ്ക്ക് പാലക്കാട്ടേക്ക് പോയാലോ എന്നൊരു ആലോചന രാഹുൽ മാങ്കൂട്ടത്തിൽ ക്യാമ്പിൽ നിന്ന് വന്നിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പാലക്കാട്ടേക്ക് പോകുന്നത് അപകടകരമാണ്. പ്രത്യേകിച്ചും അവിടെ CPI-യും BJP ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുകയാണെങ്കിൽ വലിയ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം കൊടുക്കാൻ തയ്യാറുണ്ട് എന്നാണ് അവിടുത്തെ കോൺഗ്രസുകാരും പറയുന്നത്. CPM BJP രണ്ടാമതാണ്. വെറുതെ അവിടെ വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ അനിയ എന്നുള്ള മട്ടിലാണ് അവിടെ സംസാരിക്കുന്നത്. തിരുവനന്തപുരത്തോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ്. പക്ഷേ എങ്കിലും ഇനിയിപ്പോൾ KPCC നേതൃത്വത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകേണ്ട സാഹചര്യമാണ്. വീട്ടിനുള്ളിൽ ഒരാൾ ഇങ്ങനെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഷ്ടമാണ് കാര്യം.